ഗോൾഡ് ഇടുന്നവർ ഗോൾഡിലേക്ക് തന്നെ വരുള്ളൂ. അതിൽ വെച്ചിട്ട് ഒരു സെറ്റ് ബാക്ക് ഇതുപോലെ നമുക്ക് ഒരിക്കലും ചലഞ്ചായിട്ട് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പഠിച്ചൊരു പ്രൊഫഷനിൽ നിന്ന് ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു പ്രൊഫഷനിലേക്ക് മാറുക എന്നുള്ള ഒരു ഡിസിഷൻ തന്നെയായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അപ്പ്. ആക്ച്വലി ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം വേണം, പക്ഷെ അത് അഫോർഡബിൾ ആയി പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സോളാറും അങ്ങനെ തന്നെയാണ്. നമുക്ക് മാനുഫാക്ചറിങ് ജ്വല്ലറി നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മളത് ഹോൾസെയിൽ റേറ്റ്, അതായത് ഒരു ചെറിയ ഗ്രാമീണ പൈസ അവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത്. കോളേജ് വരുമ്പോൾ ഒരു ഫീമെയിൽ വോയിസ് കേട്ടുടനെ ചില ആൾക്കാർ ചോദിക്കും, ഉത്തരവാദിത്തപ്പെട്ട ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിൽ ഒരു ചോദ്യമൊക്കെ വരാറുണ്ട്. നമസ്കാരം, ഗൃഹലക്ഷ്മി ഷീ മീൻസ് ബിസിനസ് എന്ന ടോക്ക് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഐശ്വര്യ ജയകുമാർ, പവജീൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കുമ്പളത്ത് പ്രവർത്തിച്ചുകൊണ്ട് വരുന്ന സോളാർ കമ്പനിയുടെ ഡയറക്ടറാണ്. ഞാൻ സരിക വിനു, നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഐശ്വര്യ, എനിക്ക് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക്, കാരണം ഒരിക്കലും നമ്മൾ സ്ത്രീകൾ ഒരിക്കലും എത്തിച്ചേർന്ന് പെടാൻ സാധ്യതയില്ലാത്ത ഒരു ബിസിനസ്സാണ്. കാരണം സാധാരണ ഇപ്പം നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ പറയുക, ഒരു ബുട്ടീക്സോ ബേക്കറീസോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് അങ്ങനത്തെയൊക്കെ ഇതാണ്. സോളാർ പവർ എന്ന് കേട്ടപ്പോൾ ഐ വാസ് റിയലി എന്താ പറയുക, എനിക്കൊരു ഒരു ആകാംക്ഷ തോന്നി. അപ്പം എങ്ങനെയായിരുന്നു ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്? ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ എൻ്റെ പേര് ഡോക്ടർ ഐശ്വര്യാണ്. സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡെന്റിസ്റ്റ് ആണ്. ഓക്കെ. പ്രൊഫഷണലി ഞാൻ ഗ്രാജുവേഷൻ എടുത്തിരിക്കുന്നത് BDS-ലാണ്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറയുമ്പോൾ ഞാൻ പാസ് ഔട്ട് ആയത് ബേസിക്കലി കോവിഡ് ടൈമിലാണ്. അപ്പൊ അന്ന് എല്ലാവരും ഇതുപോലെ വായ പൊത്തി നടക്കുന്ന ഒരു സമയം ആയതുകൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ടൈമിൽ ആലോചനകൾ വന്നു, കല്യാണം നടന്ന് അപ്പോഴും കോവിഡിന് വലിയ മാറ്റങ്ങളൊന്നും വന്നിരുന്നില്ല. ഇറ്റ് വാസ് ദ സെയിം സിറ്റുവേഷൻ. ഒന്നും പുറത്തിറങ്ങാൻ പറ്റുക ഒന്നും പറ്റിയിരുന്നില്ല. പിന്നെ കുറച്ചൊന്ന് ബെറ്റർ ആയപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും നോക്കി, പക്ഷെ അപ്പോഴും എനിക്കൊന്ന് ഒരു ഓപ്പണിങ് എവിടെയും കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കൺസീവായി, മോളായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒബ്വിയസ്ലി മദർലി ഇൻസ്റ്റിങ്സ് കുറച്ച് കൂടുതൽ വന്നു. എവിടെയും അവളെ വിട്ടിട്ട് പോവില്ല എന്നുള്ളൊരു ചിന്ത വന്ന് ഞാൻ അങ്ങനെയാണ് ഒരു ഹൗസ് വൈഫായിട്ട് മാറിയത്. അപ്പോൾ ആസ് എ പേഴ്സൺ 2 വർഷം ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിപ്പോയി. പുറത്ത് പോയി ആൾക്കാരോട് ഇൻട്രാക്ട് ചെയ്യുക, ഞാൻ ഭയങ്കര ലൈവ്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. പക്ഷെ എനിക്കത് പറ്റാതെയായി. അങ്ങനെ ഇരിക്കുമ്പോൾ മോൾക്കൊരു 2 ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, എന്നാലേ എനിക്ക് എന്നെ തന്നെ ഒന്ന് ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ഫീലിംഗ് വന്നപ്പോഴാണ് ഞാൻ എന്തെങ്കിലും പഠിക്കാം എന്നുള്ള തോട്ടിൽ വന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫാദറിൻലോ, ആക്ച്വലി പവജീൻ സോളാർ വരുന്നത് ഫാദറിൻലോയുടെ ബിസിനസ്സാണ്. അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളൊരു കാര്യം ചെയ്യുക, എൻ്റെ കൂടെ വാ, നമുക്ക് സോളാർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഭയങ്കര സ്കെപ്റ്റിക്കലായിരുന്നു ഞാൻ ഇനീഷ്യലി. കാരണം സോളാർ എന്ന് പറയുമ്പോൾ ഞാൻ പഠിച്ചതിൽ വേറൊരു ഫീൽഡാണ്. കാര്യം ഫിസിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാനത് ഡീപ്പായിട്ട് പോയിട്ടില്ല. എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോൾ ഓക്കെ നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഇതിലേക്ക് വന്ന് കുറച്ച് നാൾ അഡ്മിനിസ്ട്രേഷൻ നോക്കി, പിന്നെ കുറച്ച് നാൾ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ ചെയ്തു. പിന്നീടാണ് ഇതിനേക്കാളും എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നത് സെയിൽസ് ആണെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാൻ സെയിൽസിലേക്ക് ഇറങ്ങിയത്. പിന്നെ there was no looking back. വെച്ചടി സെയിൽസിലേക്ക് തന്നെ ഇതായിപ്പോയി. ഇറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, അപ്പോൾ അതെൻ്റെ കാര്യം. ഹൗ അബൌട്ട് യു? സരിക എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്? ചൂസ് ചെയ്തതാണോ അതോ പഠിച്ചത് റിലേറ്റഡ് ആണോ, ഫാമിലി ആണോ, എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സായിട്ട് ഒരു റിലേഷൻ എന്ന് വെച്ചാൽ ഒരു തരത്തിലും ബന്ധമില്ലാത്ത ഒരു ഫാമിലി ആയിരുന്നു എൻ്റെത്. ഞാൻ MCOM കഴിഞ്ഞിട്ട് ആ സമയത്ത് ഞാൻ പഠിപ്പിക്കാൻ കയറി ചെമ്മണ്ണൂരിൻ്റെ ഓഫ് ക്യാമ്പസ് സെൻറ്ററിൽ. MBAക്കും BBA സ്റ്റുഡൻസ് BCA സ്റ്റുഡൻസിനൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ആ സമയത്ത് തന്നെ MBA ഉണ്ടെന്ന് പറഞ്ഞ് ക്രൈസ്റ്റ് കോളേജിൽ അപ്പോൾ ഭാരതിയാരുടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ക്രൈസ്റ്റ് കോളേജ് ഇരിങ്ങാലക്കുട. അപ്പോൾ ഞാൻ അതിൻ്റെ ഒപ്പം തന്നെ പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ MBAയും എടുത്തു, ഫിനാൻസിൽ MBA എടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു 1 ഇയർ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ തന്നെ കൺസീവായി 2 ആൺകുട്ടികൾ. അപ്പോൾ ഹസ്ബൻഡിനായിരുന്നു ഈ ബിസിനസ്. മൂത്ത ആൾക്ക് ഒരു വയസ്സുള്ള സമയത്താണ് ആലുവയിൽ സ്റ്റാർട്ട് ചെയ്തത്, നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എന്നുള്ള പേരിൽ സ്റ്റാർട്ട് ചെയ്തത്. പാലത്തിന്റെ അടുത്ത് വരുന്ന സീമാസിന്റെ ഒക്കെ അടുത്തുള്ളത്. ഈ പറഞ്ഞ പോലെ കോവിഡ് കഴിഞ്ഞിട്ട് നമ്മൾ യൂട്യൂബ് തുടങ്ങാമെന്നൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും ഇപ്പോൾ യൂട്യൂബിലേക്കാണല്ലോ കയറുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടെ നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഓർണമെന്റ്സ് ഒക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം ഹസ്ബൻഡ് പറഞ്ഞു, വൈ ഡോണ്ട് യു ടേക്ക് അപ്പ് ഇറ്റ്? കാരണം ആൾക്കറിയാം എനിക്ക് കോളേജിലൊക്കെ MCA ഒക്കെ ചെയ്ത് അങ്ങനത്തെ ഒരു ഇതെനിക്ക് ഇഷ്ടമാണ്. ഇങ്ങനെ യൂട്യൂബ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു 6-7 മന്ത്സ് കഴിയുമ്പോൾ ഞാൻ ഹസ്ബൻഡോട് ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ ട്രൈ ചെയ്തോളാം പറഞ്ഞു. അപ്പോൾ ആദ്യത്തെ ആ ഒരു വീഡിയോ ഭയങ്കര റീച്ചായിരുന്നു. ഞാൻ ചെയ്തപ്പോൾ നമുക്ക് പ്രസന്റ് ചെയ്യാൻ വലിയ കുഴപ്പം തോന്നിയില്ല. ഈ ഓർണമെന്റ്സ് ഒക്കെ ഒന്ന് കാണിച്ച് അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു ടിപ്സ് ഒക്കെ ഞാൻ എപ്പോഴും കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് ഇപ്പം അത് ഇതായി. അപ്പോൾ MG റോഡിൽ ഇപ്പം ഞങ്ങൾ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചേഴ്സ് എന്നുള്ള രീതിയിൽ കുറച്ച് വലിയ രീതിയിൽ നമ്മൾ തുടങ്ങി 1 ഇയർ ആയി.
MG റോഡിന് മഹാരാജാസ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ തന്നെയാണ് അവിടെ പോയി കൂടുതലും സ്റ്റാഫായിട്ടുള്ള ഇൻട്രാക്ഷനും അതൊക്കെ ആയിട്ട് ഇപ്പോൾ കുറച്ചും കൂടി ലൈവ് ആയിട്ട് അത് ബിസിനസ്സിലേക്ക് കയറി എന്ന് തന്നെ പറയാം. കാരണം എൻ്റെ ഇതായിട്ടുള്ള ഒരു ബന്ധമില്ല, എല്ലാം ഹസ്ബൻഡ് ഫാമിലി ഫാമിലി ബിസിനസ് ലൈക്ക് ഇറ്റ് ഈസ് എ ഫാമിലി ബിസിനസ്. നമ്മളെല്ലാവരും ഫാമിലി ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അത് ചെയ്യുന്നത്. പക്ഷെ കുറച്ചും കൂടി നമുക്ക് പ്രൊട്ടക്റ്റീവ് ആണ്. ഓഫ് ടോപ്പിക്, നക്ഷത്രത്തിൽ ഒരു സോളാർ വെച്ചോട്ടെ, അത് നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ചിങ്ങനെ നോക്കി, ഞങ്ങൾ രണ്ടുപേരും കുറച്ച് ചോദ്യങ്ങൾ അപ്പോൾ ചോദിക്കാന്നുള്ളതിൽ ഞാൻ വാട്ട് ഇസ് എന്തെങ്കിലും ഒരു കാര്യം പീപ്പിൾ കൂടുതൽ അറിയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അബൌട്ട് സോളാർ പവർ, അങ്ങനെ എന്തെങ്കിലും? സോളാർ പവറിനെ പറ്റി ബേസിക്കലി ആൾക്കാർക്ക് അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറയുമ്പോൾ കുറച്ച് എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷെ അവർക്ക് അറിയാത്തൊരു റീസൺ, നമ്മൾ എല്ലാവരും ഇപ്പോൾ സോളാറിനെ ചിന്തിക്കുന്നത് ഒരു സേവിങ്സ് ആയിട്ടാണ്. അത് സോളാർ വെച്ചാൽ കറണ്ട് ബില്ല് വലിയ പൈസ ലാഭിക്കാം. പക്ഷേ മോർ ദൻ ദാറ്റ് ഇതൊരു എന്താ പറയുക, നമുക്ക് സൊസൈറ്റിയോട് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു കടമ കൂടിയാണ്. അതായത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന പൊല്യൂഷൻ, പിന്നെ ഗ്ലോബൽ വാർമിംഗ്, ഇതിനെല്ലാം തടയിടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു പവറാണ് സോളാർ പവർ. അപ്പോൾ അതിനെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളൊരു മെയിൻ എയിമാണ് നമുക്കിപ്പോൾ ഉള്ളത്. അപ്പോൾ അത് സക്സസ്ഫുള്ളി ചെയ്തു വരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഞങ്ങളും. ജ്വല്ലറി ഈസ് ഓൾ അബൌട്ട് സ്റ്റൈൽ. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഓഫ് ജ്വല്ലറി പല ഒക്കേഷൻ അനുസരിച്ച് ഡിസൈൻ ചെയ്യും. സോ അത് നക്ഷത്രയുടെ ബേസിക് ഒരു തീമായിട്ട് വിട്ടുമാറാതെ എങ്ങനെയാണ് ഓരോ ജ്വല്ലറി ഡിസൈൻ ചെയ്ത് കൊണ്ടുവരുന്നത്. ജ്വല്ലറി ഡിസൈൻ എന്ന് വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ തന്നെ കസ്റ്റമേഴ്സിനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആണ്. അവർ പറയുന്ന രീതിയിൽ മെയിനായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ കസ്റ്റമേഴ്സൊക്കെ വരുമ്പോൾ ഞാൻ ഡെയിലി അവരോട് പോയി ചോദിക്കും, ആർ യു ഹാപ്പി, ഏതൊക്കെ തരത്തിലുള്ളതാണ്. അവർ മെയിൻ ഇപ്പോൾ കല്യാണ പാർട്ടീസൊക്കെയാണ് വരണമെങ്കിൽ പല തരത്തിലുള്ള ആൾക്കാർ വരുന്നുണ്ടാവും. പണ്ടത്തെ പോലെയല്ല, കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഇപ്പോൾ 5 പവനിൽ അല്ലെങ്കിൽ 2 പവനിലൊക്കെ നമ്മൾ ഒരു മാല, ഒരു പാദസരം, ഒരു ഇത് അങ്ങനത്തെയൊക്കെ ഒരു സെറ്റായിട്ട് നമ്മൾ, അപ്പോൾ അവരും കുറച്ചും കൂടി ഹാപ്പിയാണ്. അങ്ങനെ ഇത് അടുത്ത ഐശ്വര്യോട് ഞാൻ ചോദിക്കാം, എല്ലാ ബിസിനസ്സിനും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അപ്പോൾ വാട്ട് വാസ് ദ ബിഗ്ഗസ്റ്റ് ടേണിംഗ് പോയിന്റ് ഫോർ യു? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പഠിച്ചൊരു പ്രൊഫഷനിൽ നിന്ന് ഒരു തരത്തിലും ബന്ധമില്ലാത്തൊരു പ്രൊഫഷനിലേക്ക് മാറുക എന്നുള്ള ഒരു ഡിസിഷൻ തന്നെയായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ അപ്പ് ആക്ച്വലി. കാരണം എന്താണ് സോളാർ എന്ന് പോലും അറിയാത്ത ഞാൻ ഇന്ന്, യു വോണ്ട് ബിലീവ് ഐ ലൈക്ക് സോൾഡ് മോർ ദൻ 150 സോളാർ സെയിൽസ് ചെയ്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ടൈം ബൗണ്ട് ആണ്. അതായത് രാവിലെ 10 മണി തൊട്ട് 3 മണി വരെയാണ് ഞാൻ ഫ്രീ. ആസ് എ ബിസിനസ് പേഴ്സൺ ഞാൻ അപ്പോഴാണ് ഫ്രീ. 3 മണിക്ക് ശേഷം എൻ്റെ മോളുടെ സ്കൂൾ കഴിയുമ്പോൾ പിന്നെ ഞാനൊരു അമ്മയായി മാറും. അപ്പോൾ ആ ഒരു ടൈം ലിമിറ്റിൽ വെച്ചിട്ട് എത്താവുന്ന സ്ഥലങ്ങളിലെല്ലാം എത്തി ഇതിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു അപ്പാണ്. ടൈമാണ് നമുക്ക് ആക്ച്വലി വേണ്ടത്. കാരണം ഞാൻ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ എറണാകുളത്ത് ഓഫീസിൽ ഇരിക്കുന്ന സമയത്തായിരിക്കും കോട്ടയം ഭാഗത്തു നിന്ന് ഒരു കോൾ വരെ ഇന്ന് തന്നെ വരാൻ പറ്റുമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രോബ്ലംസ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോൾ ഇത്ര മണിയാവും, ആളെ കണ്ട് ഇത്ര നേരം, ട്രാഫിക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് 3 മണിക്ക് മുമ്പ് എനിക്ക് തിരിച്ചെത്താൻ പറ്റുമോ എന്നുള്ളൊരു തോട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയ ലിമിറ്റേഷൻ ഒഴിച്ച് വേറെ ഒന്നും ആക്ച്വലി എന്നെ ഇതിനെ ബോദർ ചെയ്യുന്നില്ല. ഈ സെയിം ക്വസ്റ്റ്യൻ, പേഴ്സണൽ ലൈഫ് ആൻഡ് പ്രൊഫഷണൽ ലൈഫ് എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? ഫാമിലി സപ്പോർട്ടീവ് ആണോ, മക്കൾ സപ്പോർട്ടീവ് ആണോ? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡ് ബിസിനസ്സാണ്. ഒബ്വിയസ്ലി ആളുടെ ഒരു സപ്പോർട്ട്, കോൺസ്റ്റന്റ് സപ്പോർട്ട് തന്നെയുണ്ട്. കാരണം ഞാൻ മടിച്ചിരിക്കുമ്പോഴും പറയുന്നതിനാ ഇങ്ങനെ ഇരിക്കണേ, യു ഹാവ് ടു ഗോ, ഡെയിലി പോവുക, എന്നാലല്ലേ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ തന്നെ അവിടെ ചെല്ലുമ്പോഴും ഫോണൊക്കെ എടുക്കും. എന്തിനാ ഫോൺ എടുക്കും? കാരണം അവരായിട്ടുള്ള ഒരു ഇത്, കാരണം അവർ കയറി വരുമ്പോൾ നമ്മൾ അവരോട് വർത്താനം പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ഹാപ്പിനെസ് ആണ്. എന്നോട് വർത്താനം പറഞ്ഞല്ലോ, അത് ചെയ്യുമ്പോൾ. അപ്പോൾ ആ ഒരു ഇതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തിരിച്ചു വരുമ്പോൾ മക്കളുടെ 2 പേര്, എന്ന് വെച്ചാൽ ഒരാൾ 6ാം ക്ലാസ്സിൽ, ഒരാൾ 8ൽ. അപ്പോൾ ആ ഒരു ഇത് വരുമ്പോൾ തിരിച്ചു വരുമ്പോഴേക്കും അവർ ആൺകുട്ടികളാണ്. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ തിരിച്ചെത്താനുള്ള ഈ പറഞ്ഞ പോലെ ടൈമാണ് മനസ്സിൽ നിൽക്കുന്നത്. അവർ വന്നിരിക്കും, അപ്പോൾ 4 ആകുമ്പോഴേക്കും തിരിച്ചെത്തണം, അല്ലെങ്കിൽ 5:30 തിരിച്ചെത്തണം. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് മെയ്ഡ്സും ഇതൊന്നും നമ്മൾ വെച്ചിട്ടില്ല, എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു അവരുടെയും സപ്പോർട്ടിന് ആ കുഴപ്പമില്ല, അമ്മ പൊക്കോളൂ. ഇപ്പോഴാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഓരോ ഓർഗനൈസേഷൻസിലായാലും അതിലൊക്കെ പോവുകയാണെങ്കിലൊക്കെ കൂടി കോൺസ്റ്റന്റ് ഫാമിലിയുടെ സപ്പോർട്ട് തന്നെയാണ്. അവരില്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇതിലേക്ക് വരാനേ പോകുന്നില്ല. ഇഫ് യു കുഡ് കൊളാബ് വിത്ത് ആരെങ്കിലും ആയിട്ട് ഒരു കൊളാബറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും ഇൻഡസ്ട്രി ആയിട്ട് പ്രൊമോട്ട് സോളാർ എനർജി, വിച്ച് വുഡ് ഇറ്റ് ബി? സോളാറായിട്ട് ഇപ്പോഴത്തെ ഒരു പ്രസന്റ് കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പറ്റുന്നത് ഗ്രീൻ ഹൈഡ്രജൻ ആയിട്ടാണ്. അതായത് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്രീൻ റെവല്യൂഷനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് എന്താ പറയുക, പരമാവധി പൊല്യൂഷൻ കുറയ്ക്കുക. അപ്പോൾ ഗ്രീൻ ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറാണ്. അതായത് നമ്മളിപ്പോൾ ഇപ്പോൾ നാളെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമ്മൾ പകൽ സമയത്ത്
സോളാറിൽ നിന്ന് വൈദ്യുതി പ്രൊഡ്യൂസ് ചെയ്യുന്നു, യൂസ് ചെയ്യുന്നു. പക്ഷെ രാത്രി നമുക്ക് സോളാർ ഇല്ലാത്ത സമയത്ത് നമ്മൾ KCBയിലേക്കാണ് KCBയുടെ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് ഗ്രീൻ ഹൈഡ്രജൻ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ പംപ്ഡ് സോളാർ പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ പംപ്ഡ് ഹൈഡ്രജൻ പ്രോഡക്റ്റ്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ രാത്രി സമയങ്ങളിൽ നമ്മുടെ വീട്ടിൽ തന്നെ ത്രൂ ദിസ് ഹൈഡ്രജൻ നമ്മൾ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യും. എന്നിട്ട് അത് നമ്മൾ യൂസ് ചെയ്യും. അപ്പം അത്രയും കൂടി നമ്മൾ വേറെ ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, സെൽഫ് സഫീഷ്യൻ്റ് ആവുക. അപ്പം അങ്ങനത്തെ ഒരു ഇതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യാൻ പോകുന്നതും ഹോപ്പ്ഫുള്ളി ഗ്രീൻ ഹൈഡ്രജൻ തന്നെ ആയിട്ടായിരിക്കും. ഇത് ഞാൻ ചോദിക്കട്ടെ, വാട്ട് ഇസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഈ ഒരു മെയിൽ ഡോമിനേറ്റഡ് ഈ ഒരു ഫീൽഡിൽ ഈ ഒരു ബിസിനസ് റൺ ചെയ്യാൻ ഐശ്വര്യ എന്തൊക്കെയാണ് ഒരു ഹാർഡസ്റ്റ് പാർട്ടായിട്ട് ഐശ്വര്യക്ക് തോന്നിയിട്ടുള്ളത്? ഹാർഡസ്റ്റ് ആയിട്ട് സത്യം പറഞ്ഞാൽ ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഇപ്പോൾ എൻക്വയറീസ് വരാറുണ്ട്, സോളാർ വീട്ടിൽ വെക്കാനായിട്ട് കോൾസ് വരുമ്പോൾ ഒരു ഫീമെയിൽ വോയിസ് കേട്ടുടനെ ചില ആൾക്കാർ ചോദിക്കും ഉത്തരവാദിത്തപ്പെട്ട ആരോടെങ്കിലും ഒന്ന് സംസാരിക്കണം എന്നുള്ള രീതിയിലൊരു ചോദ്യമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതെനിക്ക് എന്താ പറയുക, എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്കത് ഇൻസൾട്ടിങ് ആയിട്ടാണ് ഫീൽ. അപ്പോൾ എന്തുകൊണ്ട് എന്നോട് സംസാരിച്ചുകൂടാ, എനിക്കിതിനെപ്പറ്റി പറയാൻ ഇതില്ലേ എന്നൊരു തോട്ട് വരാറുണ്ട്. പക്ഷെ അത് ഹാർഡസ്റ്റ് പാർട്ടല്ല, അത് മെന്റാലിറ്റിയാണ് ആൾക്കാരെ. അപ്പോൾ ലൈക്ക് ഇപ്പം എനിക്കിത് ചെയ്യാമെങ്കിൽ, അല്ല ആണുങ്ങൾക്ക് ഇത് ചെയ്യാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടാ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു അങ്ങനെ ഒരു ചലഞ്ച് അല്ല. പക്ഷെ ചിലപ്പോൾ ഇപ്പം നമ്മൾ കസ്റ്റമർ സൈറ്റിലേക്ക് പോകുമ്പോൾ ഫോണിൽ നമ്മൾ സംസാരിച്ച് ഓക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഞങ്ങൾ 2 പെൺകുട്ടികൾ കയറി പോകുമ്പോൾ ഒരു ആണുങ്ങൾ ആരും വന്നില്ലേ, അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് ഈ ഏണി കയറി അതിൻ്റെ മേളിലേക്ക് കയറിക്കൂടാ, ഐ ക്യാൻ ഡു ദാറ്റ്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ സൈറ്റ് വിസിറ്റിനൊക്കെ ചെല്ലുമ്പോൾ എന്ന് വെച്ചാൽ ഏണി കയറിയ അങ്ങനത്തെ അങ്ങനെ എന്തെങ്കിലും ഒരു ഫണ്ണിയസ്റ്റോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഫണ്ണി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സാർ നമുക്ക് സാർ മാഡം ഓട്ടോറിട്ട് നമ്മൾ മേളിൽ പോയിട്ട് സാർ നമുക്ക് സൈറ്റ് ഒന്ന് കാണാം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവർ ചോദിക്കും നിങ്ങളാണോ കയറാൻ പോകുന്നതെന്ന് ചോദിക്കും. അപ്പം ഓബിയസ്ലി നമ്മൾ രണ്ടാളും വേറെ ഒരാളെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ട് വരുന്നില്ല, അപ്പോൾ നമ്മൾ തന്നെ കയറുന്ന സമയത്ത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു വീട്ടിൽ പോയ സമയത്ത് ഒരു ലേഡി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ആൻറ്റി ഞങ്ങളോട് ഇങ്ങനെ ചോദിച്ചു, മോളെ ഈ നാട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇങ്ങനെ കയറി പോവാറില്ല, അപ്പൊ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ആക്ച്വലി ഇതൊരു ഡെയിലി എവറി ഡേ തിങ് ആയതുകൊണ്ട് നമുക്കത് പുതുമയൊന്നും ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ കേറുമ്പോ ഭയങ്കര അങ്ങനെ ബുദ്ധിമുട്ടുള്ള പേടിയായിരുന്നു. പിന്നെ എങ്ങനെയും വലിഞ്ഞ് നമ്മുടെ കാര്യം അതാണല്ലോ, നമുക്ക് സൈറ്റ് കണ്ടാലേ നമുക്ക് സോളാർ. അതാണ് കാരണം സൈറ്റ് വിസിറ്റ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ഹാർഡസ്റ്റ് പാർട്ട് അത് തന്നെ ആയിരിക്കും അല്ലേ. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉള്ള വെയിൽ മുഴുവൻ കൊണ്ട് അതിന്റെ മേളിൽ കയറി നിന്ന് ഡയറക്ഷൻ ഏതാണ് എവിടേക്ക് പാനൽ വെക്കണം എന്നൊക്കെ നോക്കുമ്പോൾ പാടാണ്. ബട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന കാരണം അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്കത് ഫീൽ ചെയ്തിട്ടില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോ സരികനെ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഡൗട്ടായിരിക്കാം, നക്ഷത്ര പേര് 2 നക്ഷത്രാസിൽ ഇപ്പൊ സരിക പറഞ്ഞു ഇവിടെ 4 സ്ഥലങ്ങളിലാണ് ഉള്ളത്, വേറെ സ്ഥലങ്ങൾ നക്ഷത്രം ഉണ്ട്. അപ്പൊ ആ നക്ഷത്രയും ഈ നക്ഷത്രയും തമ്മിൽ റിലേറ്റഡ് ആണോ അതോ? ഇഷ്ടംപോലെ കൺഫ്യൂഷൻസ് ഉണ്ട്. ഇവിടെ ചെല്ലുമ്പോൾ ചോദിക്കും നിങ്ങൾക്ക് അവിടെ ബ്രാഞ്ച് ഉണ്ടോ, ഇവിടെ ബ്രാഞ്ച് ഉണ്ടോ, എല്ലാവരും ചോദിക്കാറുണ്ട്. രണ്ടും 2 ഗ്രൂപ്പാണ്. നമുക്ക് ശരിക്കും ബ്രാഞ്ചസ് വരുന്നത് ആലുവ, പെരുമ്പാവൂർ, തോപ്പുംപടി, പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി അല്ല 1 year ആയി ഓപ്പൺ ആയത് MG റോട്ടിലാണ്. പിന്നെ സെയിം പേരായതുകൊണ്ട് കൺഫ്യൂഷൻസ് വരുന്നത് നമ്മളിപ്പോൾ ഹോർഡിങ്ങിൽ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമുക്കും സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, ബിസിനസ്സിൻ്റെ അവർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹോർഡിങ്ങിൽ വരുത്തിക്കുന്ന ചേഞ്ചസ് എന്ന് വെച്ചാൽ നമ്മുടെ നക്ഷത്ര ഗോൾഡൻ ടൈംസ് പേര് വന്നേക്കുന്നത് ഇംഗ്ലീഷിലാണ് ഹോർഡിങ്, അവർ കൊടുക്കുന്നത് മലയാളത്തിലാണ്. അങ്ങനത്തെ ഒരു ചേഞ്ച് അത് ശ്രദ്ധിക്കണം കേട്ടോ. സരികേനെ കാണണമെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിലുള്ള കുറേ പേര് ഈ പറഞ്ഞ കസ്റ്റമേഴ്സ് തന്നെ വന്നിട്ട് ചോദിക്കും ഇത് ആ നക്ഷത്രം, എന്നിട്ട് അവർ പോയ അങ്ങനെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഐശ്വര്യ ചോദിക്കട്ടെ, ഇഫ് യു കുഡ് ചേഞ്ച് വൺ തിങ് അബൌട്ട് ഹൗ വിമൻ ആർ ട്രീറ്റഡ് ഇൻ ബിസിനസ്, എന്തെങ്കിലും ഒരു ചേഞ്ച് വാട്ട് വുഡ് ഇറ്റ് ബി? വിമന് ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ നമുക്ക് എന്താ പറയുക, നമ്മൾ എവറിത്തിങ് സ്റ്റാർട്ട്സ് ഫ്രം അവർ ഹോം. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് തിങ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ ഒരു ഡോക്ടർ എൻ്റെ അച്ഛനും അമ്മയും ആക്കിയത്. അപ്പോൾ ഞാൻ ആദ്യം വന്ന് ഇപ്പോൾ ഈ പെട്ടെന്ന് അച്ഛൻ ഫാദറിൻലോ എന്നെ ബിസിനസ്സിലേക്ക് വിളിച്ചപ്പോൾ ഞാൻ ആദ്യം ചിന്തിച്ചു ഇത്രയും കഷ്ടപ്പെട്ട് ഞാനിത് പഠിച്ച് ഞാൻ വേറൊരു പ്രൊഫഷനിലേക്ക് മാറുക എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണോ എന്ന് ചിന്തിച്ചു. പക്ഷെ എൻ്റെ ഫാമിലിയും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ അത് ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു സപ്പോർട്ട് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടണം ആദ്യം തന്നെ. ദാറ്റ്സ് വൺ തിങ്. സെക്കൻഡ് തിങ് ആക്സെപ്റ്റൻസ്. അതായത് ഇപ്പോൾ ഞാനൊരു പെണ്ണാണ്, ഇവളെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ള ആൾക്കാരുടെ ഒരു ചിന്ത അത് മാറണം. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും എന്താണ്, നമുക്കത് ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് പോകുന്നത്. അതുപോലെ നമ്മൾക്ക് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്, പറ്റാത്തൊരു കാര്യം തന്നെ. അപ്പോൾ വിമൻ ഷുഡ് ബി ആക്സെപ്റ്റഡ് മോർ. ഇപ്പോൾ നമ്മൾ ആക്ച്വലി ഏത് ഫീൽഡായാലും, ഇപ്പോൾ എൻ്റെ സോളാർ ആണെങ്കിലും ഗോൾഡ് ആണെങ്കിലും ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഗോൾഡ് റിലേറ്റഡ് ഫീൽഡിൽ വരുന്ന ഏറ്റവും വലിയൊരു ചാലഞ്ചാണ് ഇമിറ്റേഷൻ ജ്വല്ലറി. ഇപ്പോൾ കല്യാണങ്ങൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ MG റോഡിൽ പോകുമ്പോൾ ഒരു ഷോപ്പ് കണ്ടിട്ടുണ്ട്, ബ്രൈഡലിന് വേണ്ടിയിട്ട് മാത്രം ഒരു ഇമിറ്റേഷൻ ആയിട്ടൊരു ഷോപ്പ്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ഇത് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ഇത് തന്നെയാണ്.
1 ഗ്രാം തങ്കത്തിൽ പോലെയൊക്കെ നമ്മൾ എല്ലായിടത്തും കാണുന്നുണ്ട്. പക്ഷേ ഗോൾഡ് പ്രിഫർ ചെയ്യണവർ ഗോൾഡ് തന്നെ എടുക്കുകയുള്ളൂ. നമുക്ക് അതിൻ്റെ ബേസിസിൽ ഒരിക്കലും നമുക്കൊരു ഡൗൺ പോവുകയോ അങ്ങനെയൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഒരു കല്യാണത്തിൽ പോകുമ്പോൾ ഡയമണ്ട് ഇടുന്ന ആൾക്കാർ അതന്നെ പ്രിഫർ ചെയ്യുള്ളൂ, അതന്നെ അന്വേഷിച്ച് വരുന്ന ആൾക്കാരുണ്ട്. അതൊരിക്കലും ഇമിറ്റേഷനിൽ, കാരണം അവർക്ക് അറിയാം ഈ ഗോൾഡ്. ഇപ്പൊ എന്റെ ഹസ്ബൻഡൊക്കെ അത് പെട്ടെന്ന് അറിയാൻ പറ്റും, ഇത് ഇമിറ്റേഷൻ, നമുക്കത് കാണുമ്പോൾ തന്നെ ഇതല്ലേ എന്നൊക്കെ പെട്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും. കാരണം അത് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. പക്ഷെ എനിക്കതറിയില്ല. കാരണം പിന്നെ അതിൽ ഈ പറഞ്ഞ പോലെ ആൾക്കാർ പറഞ്ഞാൽ കുറച്ചും കൂടി നല്ല നല്ല വെറൈറ്റി ഡിസൈൻസ് കിട്ടുന്നുണ്ടല്ലോ, നമുക്ക് അഫോർഡബിൾ ആണല്ലോ, അങ്ങനത്തെ രീതിയിൽ ചെറിയ പല ആൾക്കാരും അതും പ്രിഫർ ചെയ്യുന്നുണ്ട്, ഇല്ലയെന്ന് പറയില്ല. പക്ഷേ ഗോൾഡ് ഇടുന്നവർ ഗോൾഡിലേക്ക് തന്നെ വരുള്ളൂ. അതിൽ വെച്ചിട്ട് ഒരു സെറ്റ് ബാക്ക് ഇതുപോലെ നമുക്ക് ഒരിക്കലും ചലഞ്ചായിട്ട് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ ഗോൾഡ് എപ്പോഴും ഒരു അസറ്റ് തന്നെയാണ്. അത് മേടിച്ച് വെച്ച് പിൽക്കാലത്തായാലും നമുക്കത് പോൺ ചെയ്ത് ഇപ്പോൾ നമുക്കത് കൊണ്ടുപോയി എന്താ പറയുക പണയം വെക്കുകയോ എന്തെങ്കിലും വിൽക്കുകയോ അതൊക്കെ എപ്പോഴും, അതുകൊണ്ട് ഗോൾഡ് ഒരിക്കലും നമ്മൾ പറയില്ല നശിച്ചു പോവില്ല, നശിക്കാത്തൊരു സാധനമാണ് ഗോൾഡ്. അപ്പോൾ അതൊരിക്കലും നമുക്കതൊരു ഒരു ചലഞ്ചായിട്ട് ഫേസ് ചെയ്തിട്ടില്ല. ഐശ്വര്യ, സോളാറിനെ കുറിച്ച് ആൾക്കാർ കൂടുതൽ അറിഞ്ഞിരിക്കണമെന്ന് ഏതെങ്കിലും ഒരു കാര്യം ഐശ്വര്യക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കാര്യം? ഒരു കാര്യമല്ല, 2-3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതായത് ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു മാത്സിൽ ഞാൻ വീക്കാളതുകൊണ്ട് ഞാൻ കൗണ്ട് പറയുന്നില്ല, എന്നാലും പറയുമ്പോൾ ഒരു പുതിയ വീട് വെച്ചിട്ട് ഒരു 6 കൊല്ലമായി എന്ന് വിചാരിക്കുക. ഒരാളൊരു വീട് വെച്ചിട്ട് 6 കൊല്ലം, അവർ 2 മാസം കൂടുമ്പോൾ ഒരു 2000 രൂപ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ബില്ല്, ഒരു 3000 രൂപ വെച്ചിട്ട് ഇലക്ട്രിസിറ്റി ബില്ല് അടച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു 30 വർഷം അവരെത്ര പൈസ KCBയിലേക്ക് മാത്രമായിട്ട് അടച്ചിട്ടുണ്ടാവും? ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് എന്നെ കണക്കറിയില്ല. അതൊരു പോയിന്റ്. അപ്പോൾ എന്തുകൊണ്ടും നമ്മളിപ്പോൾ ഈ സെയിം ബില്ല് അടയ്ക്കുന്ന ഒരാൾ ഒരു സോളാർ സിസ്റ്റം വീട്ടിൽ വെക്കുകയാണെങ്കിൽ അതിന്റെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടാൻ ഒരു മാക്സിമം ഒരു 5 വർഷം എടുത്തു എന്ന് വിചാരിക്കുക. അതോടെ ഇലക്ട്രിസിറ്റി ബില്ലിനായിട്ട് നമ്മൾ ചെലവഴിക്കേണ്ട പൈസ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇലക്ട്രിസിറ്റിനെ പറ്റി ബോധമല്ല. പിന്നെ നമുക്ക് ഇലക്ട്രിസിറ്റി ഫ്രീ എന്ന് പറയുമ്പോൾ ഒരു 200 രൂപയുടെ താഴെ ഒരു ബില്ല് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ അത് ആൾക്കാരൊന്നും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. സെക്കൻഡ് തിങ്, ഇത് പ്രകൃതി ഇക്കോ ഫ്രണ്ട്ലി ആണ്. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ഒരു ആസ് എ സിറ്റിസൺ, ഇപ്പം ഞാൻ ടാക്സ് അടയ്ക്കുന്ന ഒരാളാണ്, ടാക്സ് അടയ്ക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ കമ്പനിയും ടാക്സ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടാക്സ് അടയ്ക്കുന്നത് ഇറ്റ്സ് എൻ ഇൻഡയറക്റ്റ് സോഴ്സ്. അതായത് നമ്മൾ ഈ പൈസ പോകുന്നത് എന്തിനാണ് ഉപകരിക്കുന്നത് എന്ന് നമുക്കറിയില്ല. അപ്പോൾ റോഡ്, മെട്രോ വരുന്നു, ഫ്ലൈ ഓവേഴ്സ് വരുന്നു, പാലങ്ങൾ വരുന്നു, അങ്ങനെ സ്മാർട്ട് സിറ്റി, അങ്ങനെ പല കാര്യങ്ങൾ വരുമ്പോഴും നമ്മുടെ ടാക്സിൽ നിന്ന് പോകുന്ന ഒരു ചെറിയ എമൗണ്ട് ആണിത്. പക്ഷെ സോളാർ എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മളായിട്ട് ഒരു കൺട്രിയുടെ ഇൻഫ്രാസ്ട്രക്ചറിന് കൊടുക്കുന്ന ഒരു ഇൻപുട്ടാണ്. അപ്പം നമ്മൾ നമ്മുടെ വീട്ടിലൊരു സോളാർ വെച്ചാൽ അത് വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്താണെന്ന് ആരും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ നാട്ടിൻപുറത്തൊക്കെ ഈ വീട്ടിൽ സോളാർ ഉണ്ട്, എന്നാൽ പിന്നെ എൻ്റെ വീട്ടിലും സോളാർ വേണം, ആ ഒരു അറ്റ്ലീസ്റ്റ് അങ്ങനെയാണെങ്കിലും പീപ്പിൾ ആർ തിങ്കിങ് അത് സോളാറിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ്. മൂന്നാമത്തെ കാര്യം വരുന്നത്, സോളാറിന് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരുപാട് സപ്പോർട്ട് ഉണ്ട് ഫ്രം ദ ഗവൺമെന്റ്. അത് എല്ലാ കാലത്തും ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ദിസ് ഈസ് ലൈക്ക് ദ ബെസ്റ്റ് ടൈം. ആ സപ്പോർട്ടോടുകൂടി നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ്. ഞങ്ങളും കൂടെ ഉണ്ട്. ഗവൺമെന്റ് സപ്പോർട്ടിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പോൾ ഏതൊക്കെ രീതിയിലാണ് ഗവൺമെന്റ് സപ്പോർട്ട് കൊടുക്കുന്നത്? ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ 70 ഒരു സോളാർ, ഇപ്പോൾ അതിപ്പോൾ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 5-ാം തീയതിക്ക് മുന്നേ വരെ ഒരു 3 കിലോവാട്ടിൻ്റെ സോളാർ ഒരു വീട്ടിൽ സ്ഥാപിച്ചാൽ ആ കസ്റ്റമറിന് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് 54,000 സബ്സിഡി ആയിരുന്നു. ഫെബ്രുവരിക്ക് ശേഷം അത് 78,000 ആയിട്ട് കൂടി. 5 കിലോവാട്ടിന് 72,000 ആയിരുന്നു, അതും ഇപ്പോൾ 70. അതായത് 3 കിലോവാട്ട് ടു 10 കിലോവാട്ട് ഏത് സോളാർ ഒരു വീട്ടിൽ വെച്ചാലും അവർക്ക് 78,000 സബ്സിഡി സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് സാധാരണക്കാരനായ ഒരു വീട്ടുകാരന് പോലും ഇത് ഫീസിബിൾ ആവണം, എല്ലാവർക്കും ഈ സോളാർ ജനകീയമാവണം എന്നുള്ളൊരു ഇതുകൊണ്ട് 7% ഇൻട്രസ്റ്റിലാണ് നാഷണലൈസ്ഡ് ബാങ്ക്സ് സോളാറിന് ലോൺ കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ 2 lakhs ഒരു പ്രോഡക്റ്റിന് 90,000 ബാങ്ക് ലോൺ കൊടുക്കും. അപ്പോൾ ലോൺ അവർ കൊടുക്കുന്ന സമയത്ത് കസ്റ്റമറിന് ആകെ ഒരു ചെറിയ എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് മാത്രമേ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. ബാക്കി പേയ്മെൻറ്റ് ഒരു 1,200 രൂപ വെച്ചിട്ട് മന്ത്ലി 10 വർഷത്തേക്ക് കസ്റ്റമറിന് EMI അടച്ചു പോകാൻ പറ്റും. അപ്പം അത്രയും നമുക്ക് എന്താ പറയുക ഫീസിബിൾ ആയിട്ടുള്ള വേറൊരു പ്രോഡക്റ്റും ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ 2027 വരെയാണ് സബ്സിഡി സ്കീം ഉണ്ടാവുക. അതിനുശേഷം സബ്സിഡി സ്കീം നിൽക്കും. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്നവർക്ക് വളരെ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഇതായിരിക്കും.
അപ്പോൾ ഇതൊക്കെയാണ് ഒരാൾ സോളാർ വെക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ഐശ്വര്യ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്ന ആൾക്കാർക്ക് കൂടുതൽ റീച്ച് ആയി ഉണ്ടാവും. അപ്പോൾ ഇനിയും കൂടുതൽ ഇതിലേക്ക് എത്തട്ടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ഐശ്വര്യ നേരത്തെ ഒരു ടാഗ് ലൈൻ പറയുന്നുണ്ടായിരുന്നു, സൗരോർജ്ജ ഭവനം ഒരു ആയുസിന്റെ പുണ്യം. യെസ്, അപ്പോൾ അതന്നെ എല്ലാവരും ഒരു പുണ്യം ലൈഫ് ടൈമിൽ തന്നെ ചെയ്യുക, പറ്റുന്ന എത്രയും പെട്ടെന്ന് ചെയ്യുക. ഓക്കെ, ഇത് സോളാറിനെ പറ്റി. അപ്പോൾ നമ്മൾ ഈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക് വരുമ്പോൾ, ഇപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി എൻ്റെ മോൾക്ക് ഒരു വള എടുക്കാനായിട്ട് പോയിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി നമ്മുടെ കണ്ണ് അവിടെയും ഇവിടെയൊക്കെ സ്വാഭാവികമായിട്ട് പോകും. അപ്പോൾ ഞാനിവിടെ പോയപ്പോൾ സെയിൽസ്മാൻ പറഞ്ഞു, മാഡം ഇത് 18 ക്യാരറ്റാണ്, ഇത് 22 ക്യാരറ്റാണ്. ഞാനിതൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ ഞാൻ എനിക്ക് എല്ലാം അറിയാന്നുള്ള ഭാഗത്തിൽ ഞാൻ തലയായിട്ടിരുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ എനിക്കിതൊന്നും അറിയില്ല. എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനെപ്പറ്റി ലൈക്ക് എന്താണ് ഇതിന്റെ മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞു. ഡിഫറൻസ് ഇപ്പോൾ പറയാനുള്ളതെങ്കിൽ പണ്ടായിരുന്നു 24 ക്യാരറ്റ് ഉണ്ടായത്, ഇപ്പം അതില്ല. എല്ലാ ജ്വല്ലറി ഇപ്പോൾ ഒരു 22 ക്യാരറ്റ് തന്നെ. കാരണം തനി തങ്കത്തിൽ നിന്നുള്ള ഒരു ഇതുമില്ല. കാരണം കുറച്ച് നമ്മൾ മറ്റേ വെള്ളി എല്ലാം അങ്ങനത്തെ ബ്രാസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചേർത്തിട്ടാണ്, മിക്സ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇപ്പോൾ 18 ക്യാരറ്റും 22 ക്യാരറ്റ് ഉണ്ട് ഈ പറഞ്ഞ പോലെ. അതിന്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 22 ക്യാരറ്റ് മെയിൻ ഗോൾഡാണ്, ശരിക്കുള്ള പ്യുവർ ഗോൾഡിന്റെ ഇതാണ് വരുന്നത്. പിന്നെ നമ്മൾ അത് കൊണ്ടുപോയി പണയം വെക്കുമ്പോൾ അതിനാണ് കൂടുതൽ മൂല്യം വരുന്നത്. അതാണ് ഇപ്പൊ എല്ലാത്തിലും നമ്മൾ ഇപ്പൊ ജ്വല്ലറി ഒക്കെ എടുക്കുമല്ലോ എന്ന് വെച്ചാൽ വിവാഹത്തിനായാലും എന്തിനായാലും. 18 ക്യാരറ്റ് എന്ന് വെച്ചാൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും, ഒരു 3000-4000 വ്യത്യാസം വരുന്നുണ്ട് നമ്മൾ ആ റേറ്റിൽ. അതായത് കുറച്ച് ലൈറ്റ് വെയിറ്റിലൊക്കെ വരുന്നത് 18 ക്യാരറ്റ് റോസ് ഗോൾഡും കൂടി മിക്സ് ചെയ്തിട്ടാണ്. റോഡിയം, റോസ് ഗോൾഡ്, അതാണ് നിങ്ങൾ ആ ഒരു പിങ്കിഷ് ഷെയ്ഡോ ഒരു റോഡിയം ഒരു സിൽവറിന്റെ ഷെയ്ഡൊക്കെ കാണുന്നത്. അതാണ് 18 ക്യാരറ്റ്. 18 ക്യാരറ്റ് മെയിൻ ആയിട്ട് ലൈറ്റ് വെയിറ്റിലും അങ്ങനത്തെ ഇതിലാണ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ആൾക്കാർ മേടിക്കുമ്പോൾ 18 ക്യാരറ്റ് മേടിച്ചിട്ട് പണയം വെക്കാൻ ചെല്ലുമ്പോൾ അതിന്റെ വരുന്ന ഒരു ഡിഫറൻസ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് 22 ക്യാരറ്റ് തനി തങ്കം തന്നെ ഉള്ള രീതിയിൽ 22 ക്യാരറ്റ് മേടിക്കുന്നത്. പിന്നെ എല്ലായിടത്തും ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, എല്ലാ ജ്വല്ലറീസും ഇപ്പോൾ നിർബന്ധമാക്കി എന്ന് വെച്ചാൽ സർക്കാർ ആ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഹോൾമാർക്കാണ്, BIS ഹോൾമാർക്ക് 916 ആണെന്നുള്ളത്. അപ്പൊ അത് എല്ലായിടത്തും ക്വാളിറ്റി എല്ലായിടത്തും സെയിം ആയിരിക്കും. ഈ ഒരു റേറ്റ് പറഞ്ഞ 18 ക്യാരറ്റും 22 ക്യാരറ്റിനും ഈ BI സർട്ടിഫിക്കേഷൻ അതുണ്ട്, അതൊക്കെ നിർബന്ധമായിട്ട് എല്ലാത്തിനും ഉണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു ഡിഫറൻസ്. നമ്മൾ എന്തുകൊണ്ടാണ് ഡിഫറൻസ് ആ ഒരു 3000 ആ ഒരു 4000 ഡിഫറൻസ് ആണ് വരുന്നത് 18 ക്യാരറ്റിന് മേടിക്കുമ്പോഴും പിന്നെ ഈ 22 ക്യാരറ്റിന്റെ. 22 ക്യാരറ്റ് മെയിൻ ആയിട്ടുള്ള ഗോൾഡിന്റെ 22 ക്യാരറ്റ് തന്നെ. കാരണം അത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഒരു ലൈറ്റ് വെയിറ്റ് 22 ക്യാരറ്റിലുണ്ട്, എന്നാലും കൂടുതൽ വരുന്നത് 18 ക്യാരറ്റിലാണ് അത് വരുന്നത്. അപ്പൊ ഈ ലൈക്ക് എവറിഡേ ജ്വല്ലറീസ് ഒക്കെ ഉണ്ടാവില്ലേ? അതാ ഞാൻ പറഞ്ഞത്, അതാണ് ഈ ലൈറ്റ് വെയിറ്റ് വരുന്നത്. ഇപ്പൊ ഈ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ഇപ്പൊ അവർക്കൊന്നും അധികം ഹെവി ഇതൊന്നും പ്രിഫർ ചെയ്യണ്ട. അപ്പൊ ചെറിയ നേരിയ എന്തെങ്കിലും വളകളോ അങ്ങനത്തെ ചെറിയ ട്രെൻഡിങ് ആണ് കൈ നിറച്ച റിങ്സ് ഒക്കെ. നക്ഷത്രയില് പറയുകയാണെങ്കിൽ നിങ്ങളുടെ റേറ്റ് ഒക്കെ എങ്ങനെയായിരിക്കും? ഒരു റേറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, അത് മെയിൻ ആയിട്ട് ആ ഡെയിലി വരുന്ന ആ റേറ്റിലാണ്, ഗോൾഡ് റേറ്റ് ആണ് നമ്മൾ വരുന്നത്. പിന്നെ ഹോൾസെയിൽ റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. കാരണം നമുക്ക് മാനുഫാക്ചറിങ് ജ്വല്ലറി നമുക്ക് ഉള്ളതുകൊണ്ടാണ് നമ്മളത് ഹോൾസെയിൽ റേറ്റ്. അതായത് ഒരു ചെറിയ ഗ്രാം ഇപ്പൊ ഐശ്വര്യ അവിടെ നിന്ന് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത്. ഒരു ചെറിയ, അതായത് ഇത്രയും പർച്ചേസ് ചെയ്താലേ ഹോൾസെയിൽ, അങ്ങനെയില്ല. ഒരു ചെറിയ ഗ്രാം നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾസെയിൽ റേറ്റിനെ കൊടുക്കുള്ളൂ. അപ്പോൾ അതും ആൾക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി. അത് ഈ പറഞ്ഞ പോലെ ഡയമണ്ട്സിൽ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി 10,000 റുപ്പീസ് തുടങ്ങി നമ്മളത് അഫോർഡബിൾ അങ്ങനെയൊക്കെ. മുക്കൂത്തികളൊക്കെ ഒരു 4,000 5,000 അങ്ങനത്തെ രീതിയിൽ മാക്സിമം ആൾക്കാർക്ക് ഉപയോഗിക്കാന്നുള്ള രീതി. പണ്ടത്തെ കാലത്തൊക്കെ ഡയമണ്ട്സ് ഒക്കെ വലിയ അത്രയും വലിയ പണക്കാർ ആ ഒരു രീതിയിലായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, എല്ലാവർക്കും അഫോർഡബിൾ ആയ രീതിയിലാണ് നമ്മളത് എന്താ ഇത് പ്രൈസിങ് വരുന്നത്. ഓക്കെ, കോളേജ് പഠിക്കുന്ന കുട്ടികളോ അവരുടെ അമ്മമാരോ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ നക്ഷത്ര നമ്മള് യൂട്യൂബിൽ പറയുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറക്കാറുണ്ട്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം വേണം, പക്ഷെ അത് അഫോർഡബിൾ ആയി പൈസ കൂടുതൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ സോളാറും അങ്ങനെ തന്നെയാണ്, നക്ഷത്രം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു ലൈഫിൽ, ബിസിനസിന്റെ ലൈഫിൽ എങ്ങനെയാണ് മെന്റൽ ഹെൽത്ത് ഒക്കെ ഒന്ന് കൊണ്ടുപോകുന്നത്? സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഒരു ഫാമിലി ആയിട്ട്, ഇപ്പൊ എന്റെ ഓഫീസ് എന്റെ ഒരു ഫാമിലിയാണ്. അപ്പൊ എനിക്ക് എന്റെ വീട്ടിൽ പോയിരിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഞാൻ ഹാപ്പി ഓഫീസ് ഹവേഴ്സിലായിരിക്കും. വീട്ടിൽ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്, അങ്ങനെയല്ല, ബട്ട് കുറച്ചും കൂടി ആൾക്കാരും എല്ലാം ഉള്ളവരും ചുറ്റിരിക്കുന്ന ഒരു ഇതാണ്. സരികയ്ക്ക് എങ്ങനെയാണ് ഞാൻ മെയിൻറ്റെയിൻ ബാലൻസ് ചെയ്യുന്നത്? ഞാനൊരു 2 ഡേയ്സ് ഒക്കെ വീട്ടിലിരുന്നിട്ട് ഞാൻ എല്ലാം OTT എല്ലാ റീസെന്റ് പടങ്ങളൊക്കെ ഫിലിംസിന് ഭയങ്കര ഇതാണ്. അന്ന് ഞങ്ങൾ 4 പേരും ഇറങ്ങണ എല്ലാതും നമ്മൾ തിയേറ്ററിൽ പോയി കാണും. അതുപോലെ ന്യൂ റിലീസസ് OTT ഉണ്ടെങ്കിൽ അതിരുന്ന് കാണും. അത് ഇന്ന ലാംഗ്വേജസ് ഒന്നുമില്ല, തമിഴ്, ഹിന്ദി, എല്ലാം ഇരുന്ന് കാണും, ഇംഗ്ലീഷ് ഒക്കെ ഇരുന്ന്. അപ്പൊ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. റിലാക്സേഷൻ, ഫാമിലി ടൈമാണ്. ഒറ്റയ്ക്കായാലും എനിക്കിരുന്ന് കാണാൻ. ഞാനിപ്പം ഫോണിലായാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സോ അത് Amazon ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഫിലിംസ് ആയാലും എന്തെങ്കിലുമൊക്കെ എനിക്ക് കൂടുതൽ റൊമാൻറ്റിക് കോമഡി മൂവീസ് ഒക്കെ അങ്ങനത്തെ. എനിക്ക് എല്ലാവരും സിനിമകൾ ഞങ്ങൾ പണ്ട് കാണുമായിരുന്നു, പക്ഷെ ഇപ്പൊ മോളുള്ള കാരണം
തിയേറ്റർ മൊത്തം ഓടി കളിക്കേണ്ട ഒരു ആവശ്യം കാരണം ഞങ്ങൾ തിയേറ്ററിലേക്ക് പോക്ക് നിർത്തി. അപ്പോൾ വീട്ടിൽ OTT തന്നെയാണ് നമ്മുടെയും ഒരു ഇത്. ഏതെങ്കിലും ഒരു സമയത്ത് സെൽഫ് ഡൗട്ട് തോന്നിയിട്ടുണ്ടോ ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്ത്? അങ്ങനെ ഒരു അല്ലെ BDS ഫീൽഡ് മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ രണ്ട് ടൈപ്പാണ്. ലൈക്ക് രണ്ടും ഒട്ടും നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത രണ്ട് ഫീൽഡാണ്. അപ്പോൾ ചിലപ്പോൾ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഞാനിപ്പോൾ ഡെന്റിസ്ട്രി പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇത്രയും ഫ്രീ ആവുമായിരുന്നോ. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ എനിക്ക് എൻ്റെ മോളുടെ കാര്യങ്ങൾക്ക് എല്ലാം ഓടി നടക്കാം. അപ്പോൾ ഞാൻ നേരെ മറിച്ച് ഒരു ക്ലിനിക്ക് ഇട്ടിരിക്കുകയായിരുന്നെങ്കിൽ എനിക്ക് ആ ക്ലിനിക്ക് നോക്കണം, ടൈമിങ്സ് ഉണ്ട്, ഇന്ന സമയത്ത് എനിക്ക് തോന്നുന്ന പോലെ ഇറങ്ങി പോകാനോ കയറി വരാനോ ഒന്നും പറ്റില്ല. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് സത്യം ഇതായിട്ടും വന്നിട്ടില്ല. റിലാക്സ്ഡ് ആണ്. ഇനിയിപ്പോൾ ഫ്യൂച്ചറിൽ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലിനിക്ക് തുടങ്ങാം, അവിടെ നോക്കാൻ ഒരാളെ വെച്ചാലും മതിയല്ലോ. അപ്പം അങ്ങനത്തെ ഒരു അങ്ങനെ വേണമായിരുന്നു അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ കുറേ നേരമായിട്ട് സംസാരിക്കുന്നു, അത് എത്രത്തോളം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്നാലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരുപാട് ജ്വല്ലറി ഡിസൈൻ ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലേ, അതിൽ വാട്ട് ഈസ് യുവർ ഗോ ടു പീസ്? ഏറ്റവും കൂടുതൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ആഭരണം എന്താണ്? എനിക്ക് എപ്പോഴും ജുംകാസ് തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ, ഞാൻ ജുംകാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതെപ്പോഴും ഞാൻ കയ്യിൽ ഈ പറഞ്ഞ പോലെ ഇത് സ്ഥിരം എന്ന് വെച്ചാൽ അത് ഭയങ്കര ഹാൻഡിയാണ്. പിന്നെ റിങ്സ് ഇടാൻ ഇഷ്ടമാണ്. അങ്ങനെ ഭയങ്കര ഓവർ ആയിട്ടുള്ള നെക്ക് പീസ് അങ്ങനെയൊന്നും എനിക്ക് വല്ല കല്യാണങ്ങൾക്ക് പോകുമ്പോ അല്ലാണ്ട് ഞാൻ പറയില്ല, എനിക്കൊരു ജുംക്ക ഉണ്ടെങ്കിൽ ഐ എം ജസ്റ്റ് കംഫർട്ടബിൾ. ആ ഒറ്റ വേറെ ഒന്നും വേണ്ട. ഈ ഒരു സെഷൻ എത്രത്തോളം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ സോളാർ പവറിനെ പറ്റി പറഞ്ഞു തന്നു. വേറെ എനിക്കൊരു അട്രാക്റ്റീവായി തോന്നിയത് കാരണം അവര് എല്ലാ തരം ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വുമൺ കുറേം കൂടി ഈ ഫീൽഡിലേക്ക് വരണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മിക്കവാറും വീട്ടിൽ കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന അമ്മമാരോ അല്ലെങ്കിൽ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന അമ്മമാരോ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഇപ്പോൾ ഇത് കാണുന്നുണ്ടാവുക. ഒരു ഉച്ചനേരമൊക്കെ തന്നെയായിരിക്കും. അപ്പം അങ്ങനെ നിങ്ങളെ തന്നെ വീട്ടിൽ ഒതുക്കാതെ പുറത്തേക്ക് ഇറങ്ങുക. ബിക്കോസ് ദ വേൾഡ് ഹാസ് എ ലോട്ട് ടു ഓഫർ. അപ്പം നിങ്ങൾ അതിലേക്കെല്ലാം വരണം. നമ്മുടെ ചുറ്റുമുള്ള നമുക്കുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. ബിക്കോസ് വേൾഡ് ഇപ്പോൾ ഈ വേൾഡ് നമുക്കുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ലൈക്ക് നമ്മുടെ എന്താ പറയുക മക്കൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതല്ല. ഇപ്പം എൻ്റെ മോൾ എന്നെ ആയിരിക്കും കണ്ടുപഠിക്കുക, സരികയുടെ മക്കൾ ഡെഫിനറ്റ്ലി സരികേനായിരിക്കും ദേ ലുക്ക് അപ്പ് ടു യു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ വീട്ടിലിരുന്ന് അവർക്കൊരു ഡീമോട്ടിവേഷൻ കൊടുക്കാതെ നിങ്ങളും പുറത്തേക്ക് വരണം. ആരെയും പേടിക്കാതെ നിങ്ങളും എല്ലാം ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വുമൻസ് ഡേയിൽ എനിക്ക് പറയാനുള്ളത്, എല്ലാ വുമൺ ആരായാലും വീട്ടിലിരിക്കാതെ നിങ്ങളുടെ ബൗണ്ടറീസ് ഒന്നും സെറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഏത് ഇതാണോ ഇഷ്ടം, ഏത് ഫീൽഡായത്, ഇപ്പോൾ സോളാർ ആവാം, ജ്വല്ലറി ആവാം, അല്ലെങ്കിൽ ക്ലോത്തിങ്, കേക്ക്, എന്ത് സ്റ്റിച്ചിങ്, എന്ത് പല ഇതുണ്ട്, അല്ലെങ്കിൽ ട്യൂഷൻ എടുക്കുന്നതാവാം, എന്ത് വേണമെങ്കിലും ആവാം. എന്തെങ്കിലും ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആവാം എപ്പോഴും. കാരണം ഹസ്ബൻഡിനെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ വീട്ടിൽ അച്ഛനെയും അമ്മേനെയും ബ്രദേഴ്സ് ആരെയും ആശ്രയിക്കും. നമുക്ക് സ്വയമായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു 10 രൂപയെങ്കിലും നമുക്ക് സ്വയമായിട്ട് എടുക്കാനുണ്ടെങ്കിൽ അതന്നെ ഏറ്റവും വലിയ ഒരു ഇതാണ്. ഇപ്പോൾ നേരത്തെ ഐശ്വര്യ പറഞ്ഞ പോലെ നമ്മുടെ മക്കളുടെ മക്കളായാലും ആരും കാണുമ്പോൾ ആളാണ് ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പയറിങ് ഇതെന്നുള്ള റോൾ മോഡൽ എന്നുള്ള രീതിയിൽ വേറെ ആൾക്കാരെ പറയാതെ നമ്മളെ തന്നെ സ്വയം ചൂണ്ടിക്കാണി. നമുക്കിപ്പോ സത്യം പറഞ്ഞാൽ അറിയില്ല. ഇപ്പൊ നമ്മള് ജസ്റ്റ് റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഞാനിപ്പോൾ സപ്പോസ് വണ്ടി ഓടിച്ചു പോകാന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ വണ്ടി ഓടിച്ചു പോകുന്ന എൻ്റെ ഒരു കോൺഫിഡൻസ് കണ്ടിട്ട് ചിലപ്പോൾ റോട്ടിൽ നിന്ന് ബസ് കാത്തു നിൽക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു മോട്ടിവേഷൻ ആയിരിക്കാം. നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ആ ചേച്ചിയെ പോലെ എനിക്കും വണ്ടി ഓടിച്ചാൽ കൊള്ളാം എന്നൊരു തോട്ട് വരും. ആ തോട്ട് മതി. അതിനെ യൂട്ടിലൈസ് ചെയ്ത് അതിനെ വെള്ളമൊഴിച്ച് അതിനെ ഗ്രോ ചെയ്യുക. അതാണ് നമുക്ക് എല്ലാവർക്കും. ബിക്കോസ് നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യണം. വിമൻ ഇപ്പം സരികേനെ ഞാൻ സപ്പോർട്ട് ചെയ്യും, സരിക എന്നെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ നമ്മളൊരു നെറ്റ്വർക്കായിട്ട് സപ്പോർട്ട് ചെയ്ത് പോയാലാണ് പെണ്ണുങ്ങളുടെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് സൊസൈറ്റിയിലേക്ക് കാണിക്കാൻ പറ്റും. ബിക്കോസ് ഇത് ആണുങ്ങൾക്ക് മാത്രമാണ്, ഇത് പെണ്ണുങ്ങൾക്ക് മാത്രമാണ്, അങ്ങനെയൊന്നും ഇപ്പോഴത്തെ കാലഘട്ടത്തിലില്ല. ഇനി വരാൻ പോകുന്ന കാലത്തിൽ ഒട്ടും ഉണ്ടാവാൻ പോകുന്നില്ല. എന്തായാലും എല്ലാം പെണ്ണുങ്ങൾക്ക് സാധിക്കും. സോ എല്ലാവരും അതിനു വേണ്ടി മുന്നിട്ടിറങ്ങണം. അതാണ് ഞങ്ങൾക്കുള്ളൊരു മെസ്സേജ്. അത്ര തന്നെയുള്ളൂ പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷം. കുറച്ചൊക്കെ ഞങ്ങളുടെ കഥ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഒരു ഇൻസ്പിറേഷൻ്റെ ചെറിയൊരു തിരിയെങ്കിലും നിങ്ങളിൽ കൊളുത്താൻ സാധിക്കുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ പോലെ. അപ്പോൾ ഞങ്ങൾ എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഞങ്ങൾ അവൈലബിൾ ആണ്. നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആലുവ എന്ന് അടിച്ചു നോക്കുമ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റയിലൊക്കെ. അപ്പോൾ അതിലെ കൂടെയൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം എന്താ പറയുന്ന പോലെ എന്തെങ്കിലും ഫ്യൂച്ചർ ബിസിനസ്സിനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സെമി ടെക് റിലേറ്റഡ് ആയിട്ട് ആൾക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പവർജീൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് കുമ്പളം അടിച്ചാൽ മതി. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് അതിലുണ്ടാവും. നമ്മുടെ വെബ്സൈറ്റിൽ എൻ്റെ ഫോൺ നമ്പർ അടക്കം അവൈലബിൾ ആണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് നമ്മളെ കോൺടാക്ട് ചെയ്യാം. എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മുടെ സൈഡിൽ നിന്നുണ്ടായിരിക്കും.
പെൺകരുത്ത്, അതാണ് ആക്ച്വലി ഇപ്പോൾ ഞങ്ങളുടെ ഒരു മോട്ടിവേഷൻ. വുമൻസ് ഡേ, അതെ, വിമൻസ് ഡേ സ്പെഷ്യൽ എന്നല്ല, എവറി ഡേ ഇസ് എ വിമൻസ് ഡേ. നമ്മളിപ്പോൾ പെണ്ണുങ്ങൾക്ക് മാത്രമായിട്ട് ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാനെന്ന് പറയുന്നു, ബട്ട് എവറി ഡേ ഇസ് എ വിമൻസ് ഡേ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിമൻസ് ഡേ ആശംസകൾ. അപ്പോൾ ഈ വിമൻസ് ഡേയിൽ ഇത് കണ്ട് അടുത്ത വിമൻസ് ഡേ ആകുമ്പോഴേക്കും നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ. അപ്പോൾ സരിക, അപ്പോൾ nice meeting ബൈ. you.